അമ്മേ, ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നെ വന്നൊന്ന് കൊണ്ടുപോ. ബെഡ്റൂമിൽ പോലും അയാൾ ഒരു ക്രൂരനാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അഞ്ജുവിൻ്റെ വാക്കുകൾ മുഴുവിപ്പിക്കാൻ അവളുടെ അമ്മ അനുവദിച്ചില്ല. അപ്പുറത്തു നിന്ന് രോഷാകുലമായ സ്വരത്തിൽ അമ്മ അവളെ തടഞ്ഞു. എൻ്റെ അഞ്ജു, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? സ്വന്തം കിടപ്പറയിൽ നടന്നത് സ്വന്തം അമ്മയോട് പറയാൻ നാണമില്ലേ നിനക്ക്? ആണുങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഒരമ്മ മകൾക്ക് പറഞ്ഞു തരേണ്ടതല്ല. എങ്കിലും നീ ഇത്രയും പൊട്ടത്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഇതിനെല്ലാം വേണ്ടിയാണ് അവർ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് എല്ലാം സഹിച്ച് അവൻ്റെ ഇഷ്ടത്തിന് നീ നിൽക്കാൻ നോക്ക്. അഞ്ജു സ്തബ്ധയായി നിന്നുപോയി. തൻ്റെ ശരീരത്തിലെ നീറുന്ന പാടുകളേക്കാൾ അമ്മയുടെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അയാളൊരു സാധാരണ മനുഷ്യനല്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ അമ്മ വിട്ടുകൊടുത്തില്ല. മതി, നിർത്ത്. നാട്ടുകാരെ കൊണ്ട് മുഖത്ത് തുപ്പിക്കാനാണോ നിന്റെ ഭാവം? മിണ്ടാതെ അവിടെ കിടന്നു. ഇനി മേലാൽ അവിടുത്തെ കാര്യവും പറഞ്ഞെന്നെ ഫോണിൽ വിളിക്കരുത്. ഇക്കാര്യത്തിലൊന്നും ഇനി മറ്റാരും ഇടപെടില്ല. ഇത് നിന്റെ ജീവിതമാണ്. നീ തന്നെ വേണം എല്ലാം ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ. ഫോൺ വെക്കാൻ ചോ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. അഞ്ജുവിന് പുച്ഛം തോന്നി. തന്നെ ജനിപ്പിച്ച അമ്മയ്ക്ക് പോലും തൻ്റെ വേദനയേക്കാൾ വലുത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതായിരുന്നു. ഒന്നും പറയാനില്ലാതെ അവൾ ഫോൺ കട്ട് ചെയ്തു. അഞ്ജു വിവാഹം കഴിച്ചത് രാഹുലിനെ ആയിരുന്നു. പുറം ലോകത്തിന് ഒരു മാതൃകാ പുരുഷനാണ്. ഒരു പ്രമുഖ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ, സുമുഖൻ, മിതഭാഷി, വലിയ തറവാട് മഹിമയും സാമ്പത്തിക ഭദ്രതയും കണ്ടപ്പോൾ അഞ്ജുവിൻ്റെ വീട്ടുകാർ മറ്റൊന്നും ആലോചിച്ചില്ല. പക്ഷേ ആദ്യ രാത്രിയിൽ തന്നെ അഞ്ജുവിന് മുന്നിൽ രാഹുലിൻ്റെ ആ മുഖംമൂടി അഴിഞ്ഞു വീണു. രാഹുൽ ഒരു സൈക്കോ ആയിരുന്നു. പോൺ സൈറ്റുകൾക്ക് അടിമയായ അയാൾ അതിലെ വൈകൃതങ്ങൾ തൻ്റെ ജീവിതത്തിലും പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഒരു മനുഷ്യനായിട്ടല്ല, മറിച്ച് തൻ്റെ വൈകൃതങ്ങൾ തീർക്കാനുള്ള ഒരു ഉപകരണം മാത്രമായാണ് അയാൾ അഞ്ജുവിനെ കണ്ടത്. ലൈംഗിക വീഴ്ചയ്ക്കിടയിൽ അയാൾ അവളോട് കാണിക്കുന്ന ക്രൂരതകൾ വിവരണാതീതമായിരുന്നു. വേദന കൊണ്ട് അവൾ പുളയുമ്പോൾ അയാൾക്കത് ആവേശമായിരുന്നു. അവളുടെ മാറിടങ്ങളിലും ശരീരത്തിൻ്റെ മൃദുല ഭാഗങ്ങളിലും അയാൾ കടിച്ച് മുറിപ്പെടുത്തും. അവളുടെ നിലവിളി പുറത്താരും കേൾക്കാതിരിക്കാൻ അയാൾ അവളുടെ വായ തുണി കൊണ്ട് മൂടിക്കെട്ടുമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഒന്നും സംഭവിക്കാത്തവനെ പോലെ അയാൾ ഓഫീസിൽ പോകും. പോകുന്നതിന് മുൻപ് അവൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അവൻ നൽകും. അഞ്ജു, നീ ഇന്ന് സാരി ഉടുക്ക്. കഴുത്തിലെ ആ പാട് പുറത്ത് കാണരുത്. ആരെങ്കിലും ചോദിച്ചാൽ നീ എന്തെങ്കിലും പ്രാണി കടിച്ചു എന്ന് പറഞ്ഞാൽ മതി. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് രാഹുൽ പറയുമ്പോൾ അഞ്ജുവിൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. പുറത്തിറങ്ങുമ്പോൾ അയാൾ അവളുടെ കൈ പിടിച്ച് നടക്കും. സൂക്ഷിച്ച് നടക്ക്, അഞ്ജു വീഴല്ലേ. അത്രത്തോളം കരുതലുള്ള ഭർത്താവായി മാറും അയാൾ. നാട്ടുകാർക്ക് മുന്നിൽ ഇത്രയും വലിയൊരു മാന്യനെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. ഒരു രാത്രി രാഹുലിൻ്റെ ക്രൂരത പരിധി ലംഘിച്ചു. സിഗരറ്റ് കുറ്റികൾ കൊണ്ട് അവളുടെ തുടകളിൽ പൊള്ളിച്ചപ്പോൾ അവൾ അലറിക്കരഞ്ഞു. പക്ഷെ അയാൾ അവളുടെ വായ പൊത്തിപ്പിടിച്ചു ക്രൂരമായി ചിരിച്ചു. ഇതൊക്കെ ഒരു രസമല്ലേ അഞ്ജു? സിനിമയിലൊക്കെ നീ കണ്ടിട്ടല്ലേ ഉള്ളൂ. നീ ഒന്ന് സഹിക്കോ? ആ രാത്രി അവളുടെ ആത്മാഭിമാനം പൂർണ്ണമായും തകർന്നു. താൻ ഇങ്ങനെ ഇരുന്നാൽ ഒരുപക്ഷെ ശവമായിട്ട് ഈ വീടിൻ്റെ പടിയിറങ്ങാൻ കഴിയൂ എന്ന് അവൾക്ക് മനസ്സിലായി. പിറ്റേന്ന് രാഹുൽ ബാങ്കിലേക്ക് പോയ ഉടൻ അഞ്ജു തൻ്റെ ബാഗ് പാക്ക് ചെയ്തു. ഒന്നും ആലോചിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണവുമായി അവൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. എന്നാൽ അവിടെയും അവൾക്ക് നേരിടേണ്ടി വന്നത് ചോദ്യശരങ്ങളായിരുന്നു. നിനക്ക് ഭ്രാന്താണോ അഞ്ജു? ഇത്രയും വലിയൊരു കുടുംബത്തിലെ മരുമകളായിട്ടും നിനക്ക് എന്താണ് പോരായ്മ? ഭക്ഷണമില്ലേ, വസ്ത്രമില്ലേ? അച്ഛൻ ഒച്ച വെച്ചു. അച്ഛാ, അയാൾ എന്നെ ഉപദ്രവിക്കുകയാണ്. എൻ്റെ ശരീരം ഒന്ന് നോക്ക്. അവൾ തൻ്റെ കൈകളിലെ പാടുകൾ കാണിച്ചു. ഇതൊക്കെ എല്ലാ ദാമ്പത്യത്തിലും ഉള്ളതാണ്. അല്പം പിണക്കോ ഇണക്കോ ഒക്കെ ഉണ്ടാകും. അതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോന്നാൽ നാട്ടുകാരെന്ത് പറയും? നിനക്കൊരു അനുജത്തി ഉള്ള കാര്യം നീ ഓർക്കണം. അവളുടെ കല്യാണം ഒരുവിധം ഉറച്ചിരിക്കുകയാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തെറ്റി ഇവിടെ വന്ന് നിന്നിട്ട് ഇനി അതുകൂടി മുടങ്ങണോ? അമ്മയുടെ ചോദ്യം അവളെ തളർത്തി. സ്വന്തം വീട്ടിൽ പോലും തനിക്ക് സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കിയ അഞ്ജു അന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി. തൻ്റെ ഒരു പഴയ കൂട്ടുകാരിയുടെ സഹായത്തോടെ അവൾ ഒരു ചെറിയ ഹോസ്റ്റലിൽ താമസം ഉറപ്പിച്ചു. അവൾ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു. രാഹുൽ അവളെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. നീ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം ഞാൻ നാണം കെടുത്തും. കോടതിയുടെ വരാന്തയിൽ ആരും തുണയില്ലാതെ നിന്ന അഞ്ജുവിനെ ഒരു സ്ത്രീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഖദർ സാരി ഉടുത്ത് ഗൗരവത്തിൽ ഫയലുകൾ നോക്കിയിരുന്ന അഡ്വക്കേറ്റ് മീര. അഞ്ജുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ മീര അവളുടെ അടുത്ത് ചെന്നു. എന്താണ് മോളെ വിഷമം? കേസ് വല്ലതുമാണോ? അഞ്ജു തൻ്റെ കഥ മുഴുവൻ അവരോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മീരയുടെ മുഖത്ത് ഒരു മനോഹരമായ ചിരി വിരിഞ്ഞു. നീ പേടിക്കണ്ട, ഈ കേസ് ഞാൻ ഏറ്റെടുക്കാം. നിനക്ക് നീതി വാങ്ങിത്തരും. കാരണം നിനക്ക് മുമ്പ് ഞാൻ നിൻ്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്.
അഞ്ജു അത്ഭുതത്തോടെ അവരെ നോക്കി. മീര തൻ്റെ ഭൂതകാലം അവളോട് പങ്കുവച്ചു. എൻ്റെ ആദ്യ വിവാഹവും ഇതുപോലൊരു നരകമായിരുന്നു. അന്നെന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ പോലും എന്നെ കുറ്റപ്പെടുത്തി. പക്ഷെ ഞാൻ പൊരുതി. അന്നെന്നെ സഹായിക്കാൻ എൻ്റെ സ്വന്തം സഹോദരി ഉണ്ടായിരുന്നു. നിയമം പഠിച്ചു. അന്ന് സഹോദരി എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഈ ലോകത്ത് ഞാനിപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി പൊരുതും. നീ ഭയപ്പെടണ്ട. ഒരു സഹോദരിയുടെ സ്ഥാനത്ത് എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. മീര പറഞ്ഞത് അവളുടെ കാതുകളിൽ ഒരു മഞ്ഞുതുള്ളി പോലെ വീണു. കോടതിയിൽ വാദം തുടങ്ങിയപ്പോൾ രാഹുൽ തൻ്റെ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞു. അങ്ങനെ തന്നെ നിന്നു. അയാളുടെ വക്കീൽ അയാൾക്ക് വേണ്ടി വാദിച്ചു. യുവർ ഓണർ, എൻ്റെ കക്ഷി മാന്യമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. ഉയർന്ന ജോലിയുള്ളവനാണ്. ഈ പെൺകുട്ടിക്ക് മാനസികമായി എന്തോ തകരാറുണ്ട്. വെറുമൊരു ലൈംഗിക അതൃപ്തിയുടെ പേരിൽ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ക്രൂരതയാണ്. മീര എഴുന്നേറ്റു. യുവർ ഓണർ, ലൈംഗിക അതൃപ്തിയല്ല ഇവിടെ വിഷയം. ലൈംഗിക വൈകൃതമാണ്. എൻ്റെ കക്ഷി അനുഭവിച്ച ശാരീരിക പീഡനങ്ങളുടെ ഫോറൻസിക് റിപ്പോർട്ട് ഇതാ. മുറിവുകളൊന്നും സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നതല്ല. കൂടാതെ പ്രതിയുടെ ഫോണും ലാപ്ടോപ്പും പരിശോധിച്ചാൽ അയാൾ എത്തരത്തിലുള്ള ആളാണെന്ന് വ്യക്തമാകും. മീര ഹാജരാക്കിയ തെളിവുകൾ കോടതിയെ ഞെട്ടിച്ചു. രാഹുൽ സ്ഥിരമായി സന്ദർശിച്ചിരുന്ന പോൺ സൈറ്റുകളുടെ വിവരങ്ങളും അതിലെ ദൃശ്യങ്ങൾ പകർത്തിയ രീതികളും കോടതിക്ക് ബോധ്യപ്പെട്ടു. രാഹുലിൻ്റെ തനിനിറം പുറത്തായതോടെ അയാൾ കോടതിയിൽ വെച്ച് അഞ്ജുവിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അത് അയാൾക്ക് തിരിച്ചടിയായി. അഞ്ജുവിന് വിവാഹമോചനം അനുവദിച്ചു എന്ന് മാത്രമല്ല, ക്രൂരമായ പീഡനത്തിന് രാഹുലിനെ ജയിലിലേക്ക് അയക്കാനും കോടതി ഉത്തരവിട്ടു. കോടതിക്ക് പുറത്തിറങ്ങിയ അഞ്ജുവിനെ കാണാൻ അവളുടെ അച്ഛനും അമ്മയും വന്നിരുന്നു. അവർ മാപ്പിരന്നു. അഞ്ജു, ഞങ്ങൾക്ക് തെറ്റുപറ്റി. നീ ഇത്രയും അനുഭവിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അഞ്ജു ശാന്തമായി പറഞ്ഞു. അറിയാഞ്ഞിട്ടല്ല അമ്മേ, അറിയാൻ ശ്രമിക്കാത്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാനമായിരുന്നു വലുത്. പക്ഷേ എനിക്കെൻ്റെ ജീവനാണ് വലുത്. ഇനി എനിക്ക് നിങ്ങളുടെ തണൽ വേണ്ട. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കരുത്ത് മീരേച്ച് നൽകി. മീര അഞ്ജുവിനെ ചേർത്ത് പിടിച്ചു. ഇതാണ് നിന്റെ വിജയം അഞ്ജു. ഇനി നിനക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാം, ഭയമില്ലാതെ. തല ഉയർത്തിപ്പിടിച്ച് അഞ്ജു പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ 1000 സൂര്യന്മാരുടെ പ്രകാശമുണ്ടായിരുന്നു. നിശബ്ദതയുടെ തടവറയിൽ നിന്നും അവൾ മോചിതയായിരിക്കുന്നു. ഇന്ന് അവൾക്ക് സ്വന്തമായൊരു അസ്തിത്വമുണ്ട്. അവൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു വെളിച്ചത്തിലേക്ക്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.